20 വർഷം മുന്നേ, ജസ്റ്റ് 20 ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ 25 ഇയേഴ്സ് ബാക്ക്, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചേട്ടാ നികുതി ചീട്ടടക്കം ഓൺലൈനിലാവുന്നു? വില്ലേജ് ഓഫീസിൽ പോയിട്ട് സാധനം ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, മോഹൻലാലിൻ്റെ ഒരു സിനിമ റിലീസ്, ഞാൻ പാലക്കാട്ടുകാരനാണ്, നമ്മൾ ഷൊർണൂർ മേളം തിയേറ്ററാണ് ഞങ്ങളെ തിയേറ്റർ. പിന്നെ ഞാൻ എറണാകുളം വന്നപ്പോൾ ഇവിടുത്തെ സാരിത സംഗീതം, നമ്മൾ എങ്ങനെ ടിക്കറ്റ് എടുത്തിരുന്നത്? എങ്ങനത്തെ ക്യൂ, ഇത്ര വീതിയുള്ള സ്ഥലം, അതിൻ്റെ ഉള്ളിൽ സിഗരറ്റിൻ്റെ സ്മെല്ലുണ്ടാവും, ചാരായത്തിൻ്റെ സ്മെല്ലുണ്ടാവും, പിന്നെ എല്ലാ കാട്ടറായി മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടാവും, മഴ പെയ്ത വെള്ളം ഉണ്ടാവും. ഇത്ര ഹാവ് യു എക്സ്പീരിയൻസ്ഡ്? എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ തിരക്കിയിട്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടി സിനിമക്ക് ടിക്കറ്റ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ കൈമുട്ടി. എന്നാൽ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു മോഹൻലാലിൻ്റെ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീട്ടിലിരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിരുന്നോ? ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടോ? എന്താ ഉപയോഗിക്കണം നമ്മൾ? ടെക്നോളജി അല്ലേ? ആണോ അല്ലയോ? ഇന്ന് ഇന്ത്യയിൽ സ്വർണം വരെ ഓൺലൈൻ വാങ്ങാൻ പറ്റുമോ? നിങ്ങൾ carrot.com ഒന്നും കേട്ടിട്ടില്ല? വാങ്ങിക്കാം. നമ്മൾ പണ്ട് ഫർണിച്ചർ വാങ്ങിച്ചിരുന്നു. ഞാൻ 2014 കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫർണിച്ചർ മാനുഫാക്ചററോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഓൺലൈനിലേക്ക് വരണം എന്ന് പറഞ്ഞു, ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇയാൾ ഫർണിച്ചറിൻ്റെ കിങ് ആണ്. ഇയാളുടെ ചോദിച്ചു, വേറെ പൊട്ടാ തേക്ക് ഈട്ടി എങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മനസ്സിലാവുകയെന്ന്. നിങ്ങൾ അർബൻ ലാഡറിൻ്റെ ഫൗണ്ടേഴ്സിനെ കുറിച്ച് എടുക്കണം. അവർ ഇന്നവരെ മരം അറിയാത്തവരോ കാർപ്പൻറ്റേഴ്സോ അല്ല, 2 എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സാണ്. ചെയ്യുന്ന ടേൺ ഓവർ നിയർ അറൗണ്ട് 1000 crores. അപ്പം നമ്മൾ അന്ന് വിചാരിച്ചിരുന്നോ ഈ സാധനമൊക്കെ ഈ അപ്ലിക്കേഷൻസ്, ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻസ് റീപ്ലേസ് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഈസി ആക്കുന്നു? 20 വർഷം മുന്നേ നമ്മൾ വിചാരിച്ചിരുന്നോ? ഇവിടുത്തെ ഈ ജെൻസി പിള്ളേർക്ക് അറിയില്ല, നിങ്ങൾ വിചാരിച്ചിരുന്നോ? ഇല്ല. സത്യത്തിൽ ഈ ടെക്നോളജി വന്നപ്പോൾ എന്താ ഉണ്ടായി? നമ്മുടെ ലൈഫിന്റെ കൺവീനിയൻസ് കൂടി. ബുക്ക് മൈ ഷോയുടെ ഓണർ ശരിക്കും നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യണേ? കൺവീനിയൻസ് അല്ലേ, കംഫർട്ട് അല്ലേ, ആണോ അല്ലയോ? ഏത് ഇൻഡസ്ട്രി ജനങ്ങളുടെ ജീവിതം കൂടുതൽ ഈസി ആക്കുന്നോ, ഏത് ടെക്നോളജി ജനങ്ങളുടെ ജീവിതം കൂടുതൽ സെക്യൂർഡ് ആക്കുന്നോ, ഏത് ടെക്നോളജി ജനങ്ങളുടെ ജീവിതം കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നോ, ആ ടെക്നോളജി വളരും. അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻസ് ഇത്രയും വളരാനുള്ള കാരണം.